എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തലക്കാവേലിലാണ്. തലക്കാവേലിൽ നമ്മൾ വന്ന് സാധാരണ താമസിക്കാറുള്ള ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. വിത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ ഹോം സ്റ്റേ ആണ്. 4 മുറികളേ ഉള്ളൂ, പക്ഷേ അതിവിശാലമായ 4 മുറികളാണ്. ഇപ്പോൾ ഈ ഒരു കാട്ട് പ്രദേശത്ത് ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭാഗമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ത്രിവേണി സംഗമം. അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി 8 കിലോമീറ്റർ കയറി വരുമ്പോഴാണ് ഈ തലക്കാവേരി. അവിടെയാണ് നമുക്ക് കുളിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അതിന് തൊട്ട് മുന്നായിട്ട് ഒരു 2 കിലോമീറ്റർ അടുത്താണ് ഈ ഒരു ഹോം സ്റ്റേ, ഓൺ ദ വേയിലാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട് അടിയിലുണ്ട്. പിന്നെ മുകളിൽ ഒരു 4 മുറികളും ഹോം സ്റ്റേ ആയിട്ട് പുള്ളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങൾക്കായിട്ട്. നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് കൂടുതലും സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നു, പല പല ചർച്ചകൾ നടത്തുന്നു, മതപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി, അല്ലെങ്കിൽ നമ്മളോരോ മീറ്റിങ്ങുകൾ, കമ്പനി കൂടാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് സമയങ്ങൾ നമ്മൾ അതർ കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ അതിലൊന്നാണ് തലക്കാവേരി. ഇത് പലർക്കും അറിയില്ല. മലയാളികളൊന്നും ഇവിടെ അധികം വന്ന് ഞാൻ കണ്ടിട്ടില്ല. കർണാടകയിലുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ അതും വന്നാലും ഈ ഒരു തീർത്ഥ കുളത്തിൽ, അല്ലെങ്കിൽ കാവേരി നദി ഉത്ഭവിക്കുന്ന ആ ഒരു കുളമാണ്. ഒരു കുളം പോലെയാണ്, കെട്ടിയിട്ടേക്കുന്ന ഒരു പോണ്ടാണ്. അതിൻ്റെ അടിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അവിടെ ദേവിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്നൊരു തീർത്ഥക്കുളത്തിൽ കുളിച്ചാൽ നമുക്കുണ്ടാവുന്ന ഒരു വലിയൊരു മാറ്റം, അതിനെപ്പറ്റി പലർക്കും അറിയില്ല. ഇവിടെ വന്നു പോകുന്ന ആളുകൾ കുളിക്കാതെ അമ്പലത്തിൽ വന്ന് തൊഴുതു പോവുകയാണ് സാധാരണ പതിവ്. പലരും അവിടെ കുളിച്ചിട്ട് എന്തിനാണ് എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ ഞാൻ അവിടെ പോയി കുളിച്ചൊരാളാണ്. അത് വേറെ ആൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ ചുമ്മാ വന്നതാണ്. പക്ഷേ അതെനിക്കൊരു ലോട്ടറി അടിച്ച പോലെ ആയി എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞത്. അങ്ങനെ തന്നെ പറയണം. കാരണം എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറിപ്പോയി. ഇവിടെ വന്ന് കുളിച്ചിട്ട് ഒരു 3 മാസത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. ഭയങ്കര ഒരു മന്ദത ഉണ്ടായിരുന്നു. എൻ്റെ ബിസിനസ്സൊക്കെ ഡിമ്മായി. അങ്ങനെ 3 മാസം ഒരു അസ്വസ്ഥകളായിരുന്നു ആക്ച്വലി. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിച്ചത് ശേഷം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ ഒരു ടൈമായിരുന്നു, ഹീലിംഗ് പീരീഡായിരുന്നു എനിക്ക് തോന്നി. അതിന് ശേഷം എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. ലൈഫിലാണെങ്കിൽ, ബിസിനസ്സിലാണെങ്കിൽ. അതേപോലെ തന്നെ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എനിക്ക് ക്ലയൻസ് ഉണ്ട്. വളരെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് ആൾക്കാരുടെ നിന്ന്. ഹീലിംഗ് ഭയങ്കരമായിട്ട് റിസൾട്ടുകൾ വരുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. പണ്ട് ഞാൻ ഹീലിംഗ് ചെയ്തിരുന്നെങ്കിലും ഇത്ര റിസൾട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പം നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോകുന്നതായ ഒരു റിസൾട്ടാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പലതും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുമ്പോൾ ഞാൻ എന്നെപ്പറ്റി പുകഴ്ത്തി പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ലൈഫിൽ മാറ്റം വന്നതിനെപ്പറ്റി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇതുപോലെ തന്നെ ഞാൻ വേറെ എൻ്റെ ഒരു കസിൻ്റെ മകനെ ഇതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനും കുളിച്ച് ഇവിടെ വന്ന് സ്നാനം ചെയ്ത് പോയി. അതിനുശേഷം അവൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒത്തിരി മാറ്റങ്ങൾ അവൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ അവൻ അവിടെ പുതിയ ജോലിയെല്ലാം കിട്ടി. മറ്റേ ജോലി വിദേശത്തായിരുന്നു. പക്ഷേ അവൻ ഒരു റെഗുലർ ബേസിലുള്ള ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ടെമ്പററി ജോലി പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ശമ്പളം കുറവായിരുന്നു. ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ലൈഫിൽ വരുന്നൊരു വലിയ മാറ്റമാണ്. പിന്നെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആകുക എന്ന് എല്ലാവരും പറയും. ഞാൻ സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല ഫാമിലി ലൈഫ് ജീവിക്കുന്നു, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റി, സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റി എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ നോട്ടത്തിൽ അതല്ല ലൈഫിൽ സക്സസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോളിൻ്റെ ലെവലിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ലൈഫോട് കൂടിയിട്ട് മോക്ഷത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ, പ്രിപ്പറേഷൻ ചെയ്ത് അതിലേക്ക് എത്തുക, ആ അസെൻഷനിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ചിന്തിക്കേണ്ടതെന്നുള്ളതാണ്. ആ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട ശ്രമങ്ങൾ നടത്തുക. മെറ്റീരിയലായിട്ടുള്ള വേൾഡിൽ നമുക്ക് അത് കിട്ടിയെന്ന് അത് വേണമെന്നല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുത്തേക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമ്മൾ പോയിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തലക്കാവേരി. അപ്പോൾ നമുക്ക് മലയാളികളാണ്, നമുക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ്. പലരും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പലർക്കും അറിയില്ല. നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. അത് ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ.
അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ ആ കുളത്തിൽ 3 പ്രാവശ്യം നമ്മൾ മുങ്ങുക, പൂജാരി തലയിൽ വെള്ളം ഒഴിക്കും, ജസ്റ്റ് നിങ്ങൾ തോർത്തി പോവുക, അത്രേ വേണ്ടൂ. വേറെ ഒരു റിച്വൽസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അൾട്ടിമേറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആൻഡ് ഹാപ്പിനെസ് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും നമുക്ക് കാണുമ്പോൾ ഒരു വെറുപ്പോ അല്ലെങ്കിൽ പകയോ വൈരാഗ്യമൊന്നും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നൊരവസ്ഥ, സ്നേഹം മാത്രം ഒഴുകുന്നൊരവസ്ഥ. അത് ആനിമൽസിനെ കണ്ടാലും ചെടികളെ കണ്ടാലും എന്തിനെ കണ്ടാലും ആ ഒരു ലവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നൊരവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാനത് നോക്കിക്കാണുന്നത് അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് സാധനം എന്നുള്ളതാണ്. നമ്മളുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കൊല്ലൂർ മൂകാംബിക അതുപോലത്തെ സ്പോട്ടാണ്. അതുപോലെ തന്നെ ഈ തലക്കാവേരി അതുപോലത്തെ സ്പോട്ടാണ്. നാഗസംബന്ധമായ ദോഷങ്ങൾക്കാണെങ്കിൽ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഇതിനടുത്താണ്. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. അതും വേറെ സ്പോട്ടാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അവിടെ ഞാൻ പോയിട്ടില്ല. പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. പല സ്ഥലങ്ങളും ഉണ്ട്. എൻ്റെ ലിസ്റ്റിൽ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ പോകാൻ സാധിച്ചിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ദേവിയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് കൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞോളാം. എനിവേ അത് ദേവിയുടെ ഗൈഡൻസ് പ്രകാരം നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരും ഇവിടെ വന്ന് പരമാവധി ഇവിടെ വന്ന് കുളിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. രാവിലെ 8 മണി മുതൽ 4 മണി വരെ ഇവിടെ കുളം ഓപ്പണാണ്. അതിന് മുമ്പ് വന്ന് കുളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പോവാം. സ്റ്റേ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിചാരിതമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂകാംബികയ്ക്ക് പോകാനുള്ള പ്ലാനിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ റൂംസ് കിട്ടാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്കാക്കി പ്ലാൻ. അപ്പോൾ ഫാമിലി ഉണ്ട്. ഫാമിലിക്ക് എല്ലാവർക്കും അവിടെ വന്നിട്ട് കുളിക്കാനുള്ളൊരു സൗകര്യം കൂടി ഒരു ലക്ക്, ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ആക്കിയത്. അപ്പോൾ എല്ലാവരും ഇവിടെ വരാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.